ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു വീട് കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കിച്ചൺ മോഡുലാർ ടൈപ്പ് കിച്ചൺ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഏതൊക്കെ ഏരിയകളിലാണ് സ്വിച്ച് ബോർഡ്, അതുപോലെ തന്നെ ഹോബിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കണ്ടേ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ രണ്ട് കിച്ചൺ സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മെയിൻ കിച്ചണിലാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ആ മെയിൻ കിച്ചണിൽ വേണ്ട കാര്യങ്ങൾ ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കണം. ആദ്യമേ തന്നെ നമ്മളിവിടെ സ്ലാബ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം ഒരു കോർണറിലായിട്ട് കണ്ടോ, ഒരു കോർണറിലായിട്ട് പ്ലഗ് സ്വിച്ചും കൂടി, രണ്ട് പ്ലഗ് സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് പവർ പ്ലഗ്ഗാണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഒരു മോട്ടറിൻ്റെ DP സ്വിച്ച്. ഇത് ആദ്യത്തെ മോട്ടറിൻ്റെ സ്വിച്ചാണ് വരുന്നത്, കാരണം സിങ്കിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. സിങ്കിൻ്റെ തൊട്ടടുത്താകുമ്പോൾ നമ്മൾ മോട്ടർ കിണറിൻ്റെ നിന്നും ഡയറക്റ്റ് വെള്ളം, അതായത് മോട്ടർ അടിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് DP സ്വിച്ച് നമ്മൾ മോട്ടർ ആ പറയുന്ന സിങ്കിൻ്റെ അടുത്ത് കൊടുത്തു. അവിടെ തന്നെ രണ്ട് പ്ലഗ് സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കറോ മിക്സിയോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് മാറിയിട്ട് കണ്ടോ, വാട്ടർ പ്യൂരിഫയറിനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. വാട്ടർ പ്യൂരിഫയറിൻ്റെ ഓപ്ഷന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ഒരു ആംഗിൾ കോക്ക് കാര്യങ്ങൾ, വെള്ളത്തിൻ്റെ സപ്ലൈ, അവിടെ ഒരു 3 മോഡുകളുടെ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് വീണ്ടും ഒരു സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജ് നമുക്ക് ആ കോർണറിലേക്ക് മാറ്റി അതിൻ്റെ മുകളിലായിട്ട്, അത് ഡബിൾ ഡോറോ കാര്യങ്ങളാണെങ്കിൽ തന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ, കാരണം ഇടിവിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഊരിയിടാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്കത് ഊരിയിടാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഏരിയയിൽ വരുന്ന ഹോബിൻ്റെ ഓപ്ഷനാണ് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്നത്. താഴെ ഒരു പ്ലഗും കൊടുത്തിട്ടുണ്ട്, മുകളിൽ ഒരു പ്ലഗും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിമ്മിണി കാര്യങ്ങൾ ഇവിടെയാണ് വരുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിമ്മിയുടെ ബാക്ക് സൈഡ് കിട്ടും, അവിടെയാണ് നമ്മുടെ സ്റ്റൗ വരുന്നത്. ഏറ്റവും താഴെയായിട്ട് ചില സ്റ്റൗകളാണെങ്കിൽ ഡയറക്റ്റ് കറണ്ടിൽ കുത്തി ഉപയോഗിക്കുന്നുണ്ട്, ചില സ്റ്റൗകൾ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ ലൈറ്ററിനും പകരമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്ലഗ് താഴെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കബോർഡ് സിസ്റ്റമാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ആദ്യമേ തന്നെ കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് പൊസിഷൻസ് വേണ്ടതെന്ന് കറക്റ്റായിട്ട് വയറിങ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ആദ്യമേ തീരുമാനിക്കണം. ഫ്രിഡ്ജ് എവിടെ വേണം, സിങ്ക് എവിടെ വേണം എന്നുള്ള കാര്യങ്ങൾ ആദ്യമേ തീരുമാനിക്കണം. അതിനുശേഷം തീരുമാനിച്ചിട്ട് ഹോബ് എവിടെ വേണം, അതായത് ചിമ്മിണി എവിടെ വേണം, ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് കറക്റ്റ് ഇലക്ട്രീഷ്യനോട് കറക്റ്റായിട്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ വേണ്ട കറക്റ്റ് പൊസിഷനിൽ നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ സ്വിച്ച് ബോർഡുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവും. ചിലപ്പോൾ സിങ്കിൻ്റെ അടുത്തേക്ക് മാറിപ്പോവും, ചിലപ്പോൾ ഹോബിൻ്റെ അടുത്തേക്ക് മാറിപ്പോവും. അപ്പോൾ അതെല്ലാം ആദ്യമേ തന്നെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആദ്യമേ തന്നെ കിച്ചൺ ഡിസൈൻ ചെയ്ത് കാര്യങ്ങൾ തീരുമാനമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും മാറ്റം വരുത്തരുത്. മാറ്റം വരുത്തി കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതിൽ കോർണറിലേക്ക് മാറിപ്പോവും. പിന്നെ സ്വിച്ച് ബോർഡുകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും കേട്ടോ, ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ, അല്ലെങ്കിൽ 25 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് സാധാരണ നോർമൽ സ്വിച്ച് ബോർഡുകൾ കൊടുത്തിരിക്കുന്നത്. വാട്ടർ പ്യൂരിഫയറിൻ്റെ അല്ല, വാട്ടർ പ്യൂരിഫയറിൻ്റെ കുറച്ച് ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വാട്ടർ പ്യൂരിഫയർ അവിടെ നമുക്ക് ഡ്രിൽ ചെയ്ത് പിടിപ്പിക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 25 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളിവിടെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഈ സ്വിച്ച് ബോർഡ് മൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യില്ല, നമ്മൾ കിച്ചൺ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്കത് എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡ് ഒരു മിനിമം ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ അല്ലെങ്കിൽ 25 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൊടുത്തിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന സമയത്ത് പാത്രത്തിൻ്റെ ബാക്കിലായി പോകും, നമുക്കത് ഉപയോഗിക്കുകയും പിന്നീട് ഭയങ്കര പ്രശ്നം. ആ പാത്രങ്ങൾക്ക് മാറ്റിയതിന് ശേഷമായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാത്രത്തേക്ക് കുറച്ചൊരു ഹൈറ്റിലാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളെ എക്സ്പീരിയൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം സ്വിച്ച് ബോർഡുകളൊക്കെ നമ്മൾ താത്തി പിടിപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റം വരുത്താനായിട്ട് ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. കാരണം എന്തായാലും നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.